കേരള സർവകലാശാലയുടെ ഔദ്യോഗിക സീൽ രജിസ്ട്രാറിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള വിസിയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ്. വിസി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരല്ല ഔദ്യോഗിക സീൽ കൈവശം വെക്കേണ്ടത്. വിസിക്ക് ചുമതല നൽകാൻ അധികാരമില്ല എന്നതാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഈ പോര് അവസാനിക്കുന്നില്ലല്ലേ? അനുജ, തീർച്ചയായും കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അണുവിട പോലും മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ ശമ്പളം തടഞ്ഞു വയ്ക്കാനുള്ള ഉത്തരവ് സർവകലാശാല നടപ്പിലാക്കിയത്, വി സിയുടെ ഉത്തരവ് നടപ്പിലാക്കിയത്. തൊട്ട് പിന്നാലെ വി സി ഇന്നലെ മറ്റൊരു ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നു. സർവകലാശാലയുടെ ഔദ്യോഗിക സീൽ രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന ഉത്തരവാണ് ഇന്നലെ വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമൽ ഇറക്കിയത്. പക്ഷേ അത്തരത്തിൽ ആ പിടിച്ചെടുക്കാനുള്ള ഉത്തരവ്, ആ നിർദ്ദേശം അത് പൂർണ്ണമായി തള്ളുകയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് സീൽ മറ്റാർക്കും കൈമാറരുത് എന്ന നിർദ്ദേശം സിൻഡിക്കേറ്റ് ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട്. വി സി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരല്ല സർവകലാശാലയുടെ ഔദ്യോഗിക സീൽ സൂക്ഷിക്കേണ്ടത്, കൈവശം വെക്കേണ്ടതെന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. വി സിക്ക് ചുമതല നൽകാൻ, അത്തരമൊരു ചുമതല നൽകാൻ വി സിക്ക് അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ് നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയും ഈ ശമ്പളം തടഞ്ഞുവെച്ച ഉത്തരവ് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടും അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ പോലും സിൻഡിക്കേറ്റ് കാത്തിരിക്കുന്നത് കോടതി വിധിയാണ്. നിലവിൽ രജിസ്ട്രാർ വൈസ് ചാൻസലർ തർക്കം നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വാദങ്ങൾ പൂർത്തിയായി കോടതി വിധി പറയാൻ കാത്തിരിക്കുകയാണ്. കോടതി വിധിക്ക് ശേഷം എന്ത് നിലപാടിലേക്ക് കടക്കണമെന്ന് സിൻഡിക്കേറ്റ് ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അങ്ങനെയാണ്. കോടതി വിധി വരട്ടെ എന്നുള്ള ആലോചനയിലാണ് സിൻഡിക്കേറ്റ് ഉള്ളത്. എന്താണെങ്കിലും വൈസ് ചാൻസലറുടെ ഈ നിർദ്ദേശം പാലിക്കേണ്ടതില്ല എന്ന് സിൻഡിക്കേറ്റ് നിലപാടെടുത്തിരിക്കുന്നു. അനുജ, വി സി രജിസ്ട്രാർ സിൻഡിക്കേറ്റ് പോരിന് അവസാനമില്ല.